ഇന്നത്തേത് ഒരു ഈസി ചിക്കൻ കറി റെസിപ്പിയും പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മെല്ലു ഫുഡ് സ്റ്റോറീസ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് വെല്ലുള്ളി നേരിയതായിട്ട് അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു വെല്ലുള്ളി മതിയാവും കേട്ടോ. ഒരു വെല്ലുള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ വെക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ചതച്ചതാണെങ്കിലോ പേസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നേർങ്ങനെ മുറിച്ചിട്ടാണെങ്കിലോ കുഴപ്പമില്ല. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് 2 ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ മസാലപ്പൊടിയൊന്നും ഇടുന്നില്ല. മസാലപ്പൊടി ഫുള്ള് ചിക്കനിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചൂടൊക്കെ തണിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് തണ്ണി കഴിഞ്ഞാൽ മാത്രമാണ് മിക്സിയിലിട്ട് അരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വഴന്ന് വന്ന തക്കാളിയും ഉള്ളിയൊക്കെ കൂടി വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി വെച്ചു. എന്നാൽ മാത്രമേ മിക്സിയിലിടാൻ പറ്റുള്ളൂ. മിക്സിയിൽ ചൂടോടെ സാധനം ഇട്ട് കഴിഞ്ഞാൽ മിക്സി ചീത്തയായി പോവും. പിന്നെന്ത് ചെയ്യുക, അതിലേക്ക് അത് കുറച്ച് വെളിച്ചെണ്ണ മാത്രമല്ല ഈ തക്കാളീൻ്റെ വെള്ളവും കൂടി ഊർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അരക്കാൻ വേണ്ടി യൂസ് ചെയ്തു. പിന്നെ ആ സെയിം പാനിലേക്ക് നമ്മൾ വീട്ടിൽ ചിക്കനിൽ ചെറുതായിട്ടാണ് അരിയുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് തന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. 2 ടേബിൾ സ്പൂൺ. നിങ്ങൾ കാശ്മീരി മുളകാണ് ഇടുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ. മറ്റേത് എരിവുണ്ടാവുമല്ലോ. പിന്നെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുത്തു. വെന്ത് വരുന്ന സമയത്ത് നല്ലോണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിക്കൻ്റെ വെള്ളം തന്നെ നന്നായിട്ട് വരും കേട്ടോ. ഈ സമയത്ത് നമ്മൾ തണുത്ത ഒരു വഴറ്റി വെച്ച മസാല ഇല്ലേ, അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് അതിന് വെള്ളമൊക്കെ പുറത്ത് വന്നാൽ ഈ മസാലേൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്കില്ലേ ഇതൊരു മസാല ടൈപ്പ് ആയിട്ടാണ് വേണ്ടെങ്കിൽ നന്നായി കുറുക്കിയെടുക്കുക. കുറച്ച് വെള്ളം പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് എന്താ അറിയുമോ, ആ ഒരു കട്ടിയുള്ളൊരു തിക്കായിട്ടുള്ള ഒരു മസാല പോലെയാണ്. അപ്പം നന്നായി അതിൽ നിന്ന് ഓയിലൊക്കെ പുറത്ത് വന്നാൽ ഒരു കൈ നിറച്ചും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും കറിവേപ്പിലൊക്കെ നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇട്ടാൽ നല്ല കളറാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ സംഭവം ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. ന്യൂ ഇയർ കൊറിയർ ആണ് കേട്ടോ. ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്തതെന്നാണ്. ഒരു ക്രിയേറ്റർ ലവ് ചാലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വിൻ ചെയ്തു പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പില്ലോവും പിന്നെ ഒരു കാർഡും പിന്നെ ഒരു ടീഷർട്ടും ഉണ്ട് കേട്ടോ. ടീഷർട്ട് വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ എനിക്കൊരു കവർ കിട്ടി, കേസ് ഫ്ലിക്കിൻ്റെ. എൻ്റെ ഒരു കസിൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവർ നല്ല നല്ല കവേഴ്സ്, ഐഫോൺസിൻ്റെ കവേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഫ്ലിക്ക് അതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ അയച്ചു തരും. അപ്പോൾ ചിക്കൻ കറി ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മെല്ലു ഫുഡ് സ്റ്റോറീസ്.